പ്രതി ഇന്ന് നിയമസഭയിൽ നാടകീയമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവ്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി അടൂരിൽ നിന്ന് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ രാവിലെ മുതൽ പത്തനംതിട്ടയിൽ അടൂരിലെ വീട്ടിലുണ്ട്. അവിടെ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയമസഭയിലേക്കുള്ള എൻട്രിയുടെ ടൈം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി ചരമോപചാര പ്രസംഗം അവസാനിപ്പിക്കുന്നതിൻ്റെ സമയത്താണ് കടന്നു വരുന്നത്. ആ വരവ് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ കവർ ചെയ്യുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. ആ സമയത്ത് മാധ്യമങ്ങളുടെ എല്ലാ ശ്രദ്ധയും രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായി അറിയാവുന്നതുപോലെ കൃത്യമായി ആ സമയം തിരഞ്ഞെടുത്തു വരുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനായ നേതാവിൻ്റെ പേരാണ് വി ഡി സതീശൻ. വി ഡി സതീശനെ ഉന്നം വയ്ക്കുകയാണോ, ലക്ഷ്യം വയ്ക്കുകയാണോ, വി ഡി സതീശനെ വീഴ്ത്താനാണോ ഈ നീക്കം? ഉറപ്പായിട്ടും ഇത് വി ഡി സതീശനെതിരായ നീക്കമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പറഞ്ഞ വാചകം, ഞാൻ പാർട്ടിക്ക് വിധേയനായ ഒരു സാധാരണ പ്രവർത്തകനാണ്, ഇപ്പോൾ താൻ സസ്പെൻഷനിലാണ്, അതുകൊണ്ട് തന്നെ സസ്പെൻഷനിലിരിക്കുമ്പോൾ ചട്ടം അറിയാം, ഒരു നേതാക്കളുമായി താൻ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി തടഞ്ഞിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് തീരുമാനിക്കാം എന്നൊരു നിലപാടിലേക്ക് പാർട്ടി എത്തുമ്പോൾ അതിൽ വി ഡി സതീശൻ മാത്രമാണ് മറിച്ചൊരു നിലപാടെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിക്കൂടാ എന്ന നിലപാടെടുത്തത് വി ഡി സതീശനാണ്. അതിന് വി ഡി സതീശൻ്റെതായി പറയുന്ന ന്യായമായി പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ തരത്തിൽ പിന്തുണയ്ക്കുകയാണെങ്കിൽ നാളെ ഇനിയും തെളിവുകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്, ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ട്. ആ തരത്തിൽ ഒരുപക്ഷേ വി ഡി സതീശന് കുറച്ചുകൂടി കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടലുമായി ബന്ധപ്പെട്ട് അറിയാമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റു നേതാക്കളെല്ലാം തന്നെ സാങ്കേതികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയ്ക്ക് വരാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തെക്കുറിച്ചാണ് വാചാലരായത്. മാത്രമല്ല, ഒരു കേസില്ല, നിലവിൽ പോലീസിന് മുന്നിൽ പരാതിയില്ല എന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ 18 ദിവസം ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജയിലിൽ കിടന്നയാളാണ്. അപ്പോൾ ഇവിടുത്തെ പിണറായി പോലീസിന് എനിക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ അവർ ശ്രമിക്കും. അപ്പോൾ കേസ് അന്വേഷിക്കട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണല്ലോ, അതിലൊരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട്, ഒരു തെളിവും പുറത്തു വരില്ല എന്നുള്ള ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണത്തിലുണ്ട്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സർക്കാരിൻ്റെ ഐശ്വര്യം എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സർക്കാരിൻ്റെ ഐശ്വര്യമാണ്. കാരണം സഭാ സമ്മേളനത്തിൽ ആദ്യ ദിവസം തന്നെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ്. കോൺഗ്രസിൻ്റെ കയ്യിൽ 2, 3, 4 അധികം വിഷയങ്ങളുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട് ജനവിരുദ്ധമായ തീരുമാനങ്ങൾ, ജനവിരുദ്ധമായ പോലീസിന് നടപടികളടക്കം നിരവധി വിഷയങ്ങൾ. ഇന്ന് ആണ് മുഖ്യമന്ത്രി ഈ പോലീസ് അതിക്രമങ്ങളിൽ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോഴും LDF യോഗത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുകയാണ്. അവിടെ അദ്ദേഹം എന്താണ് പറയുന്നത്? ഒറ്റപ്പെട്ട സംഭവം, വളരെ മുമ്പുണ്ടായ കാര്യങ്ങൾ ഇപ്പോൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നേതാക്കൾ ഇങ്ങനെ പാരറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. പല നേതാക്കളും അത് പറയുന്നുണ്ട്. പണ്ടുണ്ടായ സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ നല്ല ഭരണമാണ്, ഒരു കുഴപ്പവുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് മുഖ്യമന്ത്രി നാളെ ഇനി സഭയിൽ ഒരുപക്ഷെ മൗനം വെടിയുമ്പോൾ നാളെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനിരിക്കുകയാണ്. അടിയന്തര പ്രമേയത്തിൽ ഉറപ്പായിട്ടും ഈ പോലീസ് അട്രോസിറ്റി തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുക. അത് ഉന്നയിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടാകുമോ? പ്രതിപക്ഷത്തിനും പുറകിലുള്ള നിരയിലിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഏതോ ഒരു MLA വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് സഭയിൽ അവർക്ക് ഇന്ന് കാണിക്കാനായി. കാരണം ഇന്ന് ലോഹ്യം പറയാൻ ആകെ ലീഗ് നേതാക്കളെ പോയിട്ടുള്ളൂ, ലോഹ്യമൊന്നും പുറമേക്കൊന്നും കാണുന്നില്ല. പക്ഷേ പുറത്ത് ഇവരെല്ലാവരും നല്ല ലോഹ്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. അപ്പോൾ സഭയിൽ ഇന്നത്തെ നാടകം അവിടെ അങ്ങനെ നിൽക്കുന്നു. പക്ഷേ നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണെങ്കിൽ ചിത്രം വേറെയായിരിക്കും. നാളെയും മറ്റന്നാളും രാഹുൽ വരില്ല എന്നാണ് കേൾക്കുന്നത്. രാഹുൽ ഇനി സഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസങ്ങളിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട്ടേക്കാണ് പോകാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLAക്ക് സാങ്കേതികമായി പോകാൻ പറ്റുമോ, MLA ആയി തുടരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സാങ്കേതികമായി അദ്ദേഹം തുടരാൻ, കാരണം അദ്ദേഹത്തിനെതിരെ കേസില്ല. പക്ഷേ നമ്മൾ ധാർമ്മികതയാണല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ധാർമ്മികത ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ പ്രതിനിധി റഹീസൻ എത്ര തവണ ആവർത്തിച്ച് ചോദിക്കുന്നു, രാഹുൽ അത് രാഹുലിൻ്റെ ശബ്ദമല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ പറയൂ. രാഹുൽ പറഞ്ഞോ? രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറയാനാണ് ഈ ആരോപണങ്ങൾക്ക് ശേഷം തുടർച്ചയായി അദ്ദേഹം മാധ്യമങ്ങളിൽ കണ്ട 3 തവണയും, ഇതിപ്പോൾ 3ാമത്തെ തവണയാണ്, 3 തവണയും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി അറിയാതെ സഭയിൽ വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരട്ടെ എന്നുള്ളതാണ്. അത് ഒരു വെല്ലുവിളിയായി തന്നെ കോൺഗ്രസ് എടുക്കുകയാണ്. കാരണം അപ്പുറത്ത് ജനവിരുദ്ധമായ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, അതാണല്ലോ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഭാ സമ്മേളനമാണ്. ഈ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന് നിരവധി ആയുധങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ, ആ ആയുധങ്ങൾ മുന്നോട്ടെടുക്കുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഭരണപക്ഷത്തിൽ നിന്ന് പ്രതികരണം തിരിച്ചുള്ള മറുപടിയായി വരുമോ എന്നുള്ളതാണ്. ഇപ്പോൾ സഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പോലീസ് നടപടികൾ വിശദീകരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒരുപക്ഷെ വിശദീകരിക്കാനിടയുണ്ട്. അത് വിശദീകരിക്കുമ്പോൾ
അത് ഏതുവരെ പോകുമെന്നുള്ളതും കേരളം കാത്തിരിക്കുകയാണ്. അത് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടികളാണെന്ന് നമുക്കറിയേണ്ടത്. കാരണം ഇവിടെ തെളിവുകൾ എന്താ പറയുക, ശബ്ദിക്കുന്ന തെളിവുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. ആ തെളിവുകൾ അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമുക്ക് ഉറപ്പാകുന്നു. അപ്പോൾ ആ ഇരകൾക്ക് വന്ന് നേരിട്ട് പോലീസിൽ പരാതി നൽകാൻ പറ്റാത്ത സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ എത്ര നടപടി എടുത്തിട്ടുണ്ടെന്നുള്ള ചോദ്യം തിരിച്ചങ്ങോട്ട് ആഭ്യന്തര വകുപ്പിലേക്ക് വരുമ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് പോലും ഐഡന്റിറ്റി അറിയുന്ന പല ഇരകളുണ്ട്. ആ ഇരകൾക്ക് പുറത്തു വന്ന് പോലീസിൽ ഒരു പരാതി നൽകിയാൽ ആ ഐഡന്റിറ്റി, അവരുടെ ചിത്രം, അവരുടെ പേര് വിവരം, അവരുടെ വീട്, അവരുടെ സ്ഥലം, അവരുടെ ജോലി, ഇതൊക്കെ ഈ പറയുന്ന സൈബർ ഗുണ്ടകൾ പുറത്തുവിടും. ഒരു സംശയവും വേണ്ട. എന്ത് വെല്ലുവിളിയാണ് ഇന്നിപ്പോൾ വി ഡി സതീശന് ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനാണ് കൂടെ പോയിരിക്കുന്നത്. അതോടൊപ്പം സംസ്ഥാന സെക്രട്ടറി റെനോ പി രാജനും ആണ് കൂടെ പോയത്. അപ്പോൾ സുഹൃത്തുക്കൾ എന്ന നിലയ്ക്ക് കൂടെ പോകുന്ന സഞ്ചരിക്കുന്നതൊന്നുമല്ല, സഭയിലേക്കാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ മെസ്സേജ് വി ഡി സതീശനുള്ളതാണ്. ഇതിൽ പറയേണ്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലെ ചെയ്തിയിൽ ന്യായങ്ങളിലേക്ക് കടക്കാതെ ഇത് വി ഡി സതീശനെതിരായ ആയുധമായി ഉപയോഗിക്കാൻ കഴിയുമോ എന്നാണ് കോൺഗ്രസിലെ പല നേതാക്കൾ നോക്കുന്നത്. പാർട്ടി കോൺഗ്രസ് ആണ്. ഇതിൽ നേരത്തെയുള്ള AI ഗ്രൂപ്പുകൾ എന്ന രൂപത്തിൽ അതിനെ കാണണ്ട. ആരാണോ ശക്തൻ അവിടേക്ക് ഇങ്ങനെ ഒഴുകിപ്പോവുകയും അവർക്കൊപ്പം ചേരുക എന്നാണ് മറ്റ് നേതാക്കളുടെ ഒരു രീതി. ഇപ്പോൾ വി ഡി സതീശൻ ദുർബലനായിരിക്കുന്നു. മൈ ബോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ച മൈ ബോയ്സ് ഇപ്പോൾ വി ഡി സതീശനെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. വി ഡി സതീശനെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, വി ഡി സതീശനെതിരെ സൈബർ ഗുണ്ടകളെ ഇറക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ വെറുതെ വിടുന്നില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയെ വിടുന്നില്ല, മകളെ വെറുതെ വിടുന്നില്ല. ആ രൂപത്തിൽ അവിടെ എന്താണ് കേക്ക് അച്ഛൻ, അതായത് ആരോപണം ഉന്നയിച്ച നടി കേക്ക് മുറിക്കുന്നത് വി ഡി സതീശനൊപ്പമാണ്. അപ്പോൾ കേക്ക് അച്ഛൻ എന്ന മോശം വാക്കുപയോഗിച്ച് വി ഡി സതീശനെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ നടന്ന KPCC യോഗത്തിൽ എന്താണ് ചർച്ച ചെയ്തിരിക്കുന്നത്? ഈ സൈബർ ആക്രമണം നോക്കൂ. കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസിന്റെ തന്നെ സൈബർ ഗുണ്ടകൾ നടത്തുന്ന ആക്രമണത്തെക്കുറിച്ചാണ് KPCC യോഗത്തിൽ ചർച്ച നടത്തിയിരിക്കുന്നത്. എന്തൊരു ദുര്യോഗമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അതിൽ അന്വേഷിക്കാൻ ബൽറാമിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ബൽറാം അതിൽ അന്വേഷണം നടത്തി ഈ പറയുന്ന ഇപ്പോൾ ഒരു ഗ്രൂപ്പായി നിൽക്കുന്ന, നേരത്തെ മൈ ബോയ്സ് എന്നറിയപ്പെട്ടിരുന്ന ആ സംഘത്തിനെതിരെ ഇപ്പോൾ ഒരു അന്വേഷണ റിപ്പോർട്ട് ബൽറാം കൊണ്ടുവരുമോ? അതാണോ കൊണ്ടുവരാൻ പോകുന്നത്? ഈ സൈബർ ഗുണ്ടകളിലേക്ക് പോകുമ്പോൾ എവിടേക്കാണ് അത് അവസാനം ചെന്നെത്തുക? നമ്മുടെ മുന്നിലുണ്ടല്ലോ തെളിവുകൾ. അപ്പോൾ അതിലേക്ക് ചെന്നെത്തുമ്പോൾ അവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുക? ഇതാണ് കോൺഗ്രസിനകത്തെ ദുര്യോഗം. അപ്പുറത്ത് സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് ഐശ്വര്യമായി നിൽക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഷയമൊന്നും ഉന്നയിക്കാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് സർക്കാർ പറയുന്നുണ്ട്, CPM പറയുന്നുണ്ട്. ഒരു പക്ഷേ CPM MLA അങ്ങനെ ഒരു നിലപാടെടുക്കും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഊന്നേണ്ടതില്ല. കാരണം പല ബില്ലുകളും നിയമങ്ങളും ജനപ്രിയ നിയമങ്ങളായി കൊണ്ടുവരാനുള്ള ആലോചന, അതിന്മേലുള്ള പ്രതികരണമൊക്കെ നടത്തി ഞങ്ങളിതാ നല്ല സർക്കാരായി നിൽക്കുന്നു എന്ന് പറയാനും മേനി നടിക്കാനുമാകും ഉറപ്പായിട്ടും സർക്കാർ ശ്രമിക്കുക. അപ്പുറത്തുള്ള ആയുധങ്ങൾ എടുക്കാനാകാതെ നിരായുധരായി പ്രതിപക്ഷം മാറുമോ എന്നുള്ളതാണ് നാളത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഊർജ്ജം എത്രത്തോളമാണെന്ന് അറിയേണ്ടതുണ്ട്. ആ ഊർജ്ജത്തിനൊപ്പം മറ്റു നേതാക്കൾ നിൽക്കുമോ എന്ന് അറിയേണ്ടത്. ഇനി അറിയേണ്ടത് മറ്റൊന്നു കൂടിയാണ്. ഇനിയിപ്പോൾ അദ്ദേഹം പാലക്കാടേക്ക് പോകുമ്പോഴാണ്, തന്റെ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത MLA അദ്ദേഹം അവിടെ ഒറ്റയ്ക്കാണോ പരിപാടികൾ പങ്കെടുക്കാൻ പോകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഏകനായി ഇങ്ങനെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് തന്നെ ഇങ്ങനെ നടക്കുമോ? അതിൽ ഖദർധാരികളായ പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളില്ലാത്ത ഒരാളും ഉണ്ടാവില്ല എന്നാണോ പറയുന്നത്? നേതൃസ്ഥാനത്തുള്ള ആരും ഉണ്ടാകില്ല എന്നാണോ പറയുന്നത്? നമുക്ക് കാണാൻ പോകുകയാണല്ലോ. ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോ അദ്ദേഹം പാലക്കാട്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വലതുവശത്തും ഇടതുവശത്തും ഏത് നേതാക്കളാണെന്ന് നോക്കാം. ഇപ്പോൾ വി ഡി സതീശനെ വെല്ലുവിളിച്ചിരിക്കുന്ന മറ്റെല്ലാ രാഷ്ട്രീയ നേതാക്കളും, അതായത് കോൺഗ്രസിലെ മറ്റ് മുഴുവൻ നേതാക്കളും വി ഡി സതീശൻ എന്ന നേതാവിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അവർ ഇപ്പോൾ സഭയിലേക്ക് രാഹുലിനെ എത്തിച്ചതോടെ വിജയിച്ചിരിക്കുന്നു. ആ വിജയം എന്ന് പറയുന്നത് കേരളത്തിനോടുള്ള അവഹേളനം അല്ലെങ്കിൽ ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് എന്നുകൂടി കോൺഗ്രസ് മനസ്സിലാക്കിയ നന്ന്. കാരണം ഇതിൽ സാധാരണ ആരോപണങ്ങളെ പോലെയല്ല, ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആളുടെ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ അത് നിഷേധിക്കുക പോലും ചെയ്യാതെയാണ് നെഞ്ചി വിരിച്ച് ചിരിച്ച് വാഹനത്തിൽ പുറപ്പെട്ട് ഇന്ന് സഭയിലെത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. Meet the editors.